വീട്ടിലിരിക്കുമ്പോൾ തനി കൂതറയായിട്ടും പുറത്തേക്ക് പോകുമ്പോൾ നയൻതാരേനെ പോലെ പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ ഞാൻ. അറ്റ്ലീസ്റ്റ് വീഡിയോ എടുക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് മെനയ്ക്ക് ഒരുങ്ങി നിന്നൂടെയെന്ന് എന്റെ ചങ്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും കുറയ്ക്കാൻ നിന്നില്ല. ഫോണിന്റെ ക്ലാരിറ്റി കൊണ്ട് കണ്ണെഴുതിയത് കാണില്ലെങ്കിലും വലിയൊരു പൊട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നിനക്ക് സമാധാനമായിട്ടുണ്ടാവും വിചാരിക്കും. ഈ ഒരുങ്ങുന്നതൊക്കെ മെനക്കെട്ട പരിപാടിയാടോ. അതുമല്ല വീട്ടിലിരുന്ന് ഒരുങ്ങിയിട്ട് ആര് കാണാനാ? പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നാലാൾക്കാർ കാണുമെങ്കിലും ചെയ്യും. അപ്പൊ പറഞ്ഞു വന്നതൊന്നുമല്ല, നമുക്കേ ഒരു അടിപൊളി അയലക്കറിയല്ല കൊയലക്കറി വെച്ചാലേ. അയലാന്ന് കേട്ടിട്ടുണ്ട്, ഇതെന്ത് കൊയല? നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇങ്ങനെ ഒരു ചോദ്യം ആദ്യമായിട്ട് കേട്ടപ്പോൾ അവരോടും ചോദിച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിലമ്പൂരൊക്കെ നിന്നപ്പോൾ ഈ സാധനം ഞാൻ കണ്ടിട്ടുമില്ല തിന്നിട്ടുമില്ല. അപ്പോൾ ഇതാ വടകര വന്നപ്പോഴാണ് ഈ സാധനം ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് എന്തായാലും കറി വെക്കാം കേട്ടോ. ഇതിവിടെ കല്യാണ വീടുകളിലൊക്കെ ഫേമസ് ആണ് ഈ സാധനം. എപ്പോഴും തേങ്ങ അരച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ വെക്കാം. അതിനായിട്ട് കുറച്ച് പുളി എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് പുളി മതി, കാരണം ഈ പുളിക്ക് ഒടുക്കത്തെ പുളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി, ഒരു വലിയൊരു പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും ഒരു 2 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ മീനിലേക്ക് നന്നായിട്ട് അങ്ങ് മുറിച്ചിടുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതുവരെ സെറ്റ് അല്ലേ? ഞാൻ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്നും കൂടെ കണ്ടാൽ മതി കേട്ടോ. പിന്നെ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണേ. നമ്മളൊന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഫുഡ്. അത്രേ ഉള്ളൂ. അങ്ങനെ അത് സെറ്റായി. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടേ? പുളി ഇല്ലേ? പുളി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ആവശ്യത്തിന് മഞ്ഞപ്പൊടി, പിന്നെ ആ സ്പൂണിൽ തന്നെ കുഞ്ഞി സ്പൂണിൽ 3 സ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇടുന്നവരിടും, ഇടാത്തവരിടില്ല. ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഉപ്പിടണേ. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കല്ലുപ്പ് മാത്രം ഇടാ കേട്ടോ. ആരോഗ്യം ശ്രദ്ധിക്കടോ. പിന്നെ ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. കൈവച്ച് മിക്സ് ചെയ്യുന്നവർക്ക് അങ്ങനെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യുക. പിന്നെ ഇതാ ഒരു പണിയില്ല, നേരെ അടുപ്പത്തേക്ക് വെക്കുക, നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കറി പല രീതിയിൽ വെക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചേച്ചിമാരാണ് ഈ കറി ഇങ്ങനെ വെക്കുന്നത് എനിക്ക് പഠിപ്പിച്ചു തന്നത്. കാരണം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണല്ലോ. പക്ഷെ കടുക് തിളയ്ക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ട്, അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പ് കത്തിക്കണേ. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നെ പോലെ തന്നെ ഈ മീൻ ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അടിപൊളിയാണ്.